അദ്ദേഹം ICUവിൽ ചെസ്റ്റ് പെയിനായിട്ട് അഡ്മിറ്റ് ആകുമായിരുന്നു. ചെറിയനാട് ശിവരാമക്കുറുപ്പിന്റെ വീടിന്റെ അടുത്താണ് എന്റെ വീടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചത്. ആരോഗ്യസ്ഥിതിയും അയാളുടെ മാനസികാവസ്ഥയും ഒക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ലിവിങ് കണ്ടീഷനും ഒക്കെ നോക്കുന്നുണ്ടേ പറയാൻ പറ്റത്തില്ല ഉണ്ടാവോ ഇല്ലയോ. കേരളത്തിൽ തീർപ്പാക്കാതെ കിടക്കുന്ന കേസുകളിൽ ഏറ്റവും നിഗൂഢത നിറഞ്ഞതാണ് ചാക്കോയുടെ കൊലപാതകവും സുകുമാരക്കുറുപ്പിന്റെ തിരോധാനവും. സുകുമാരക്കുറുപ്പിനെ നേരിട്ട് കണ്ട നഴ്സിംഗ് സ്റ്റാഫായിരുന്ന രത്നമ്മയുടെ മൊഴി നേരത്തെ തന്നെ പോലീസ് സംഘം എടുത്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ അവസാനവും ഈ കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് അവസാനമായി രത്നമ്മയോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്രൈംബ്രാഞ്ച് സംഘം അവസാനമായിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു എന്നാ കണ്ടത്, എവിടെ വെച്ചാ കണ്ടത്, ആ കാര്യങ്ങൾ ചോദിച്ചു. എപ്പോഴാ കണ്ടത്? ഈ വർഷവും സമയവും കാലവും കണ്ടത്. ഞാൻ സ്റ്റുഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ്, അവിടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിരുന്നു. അത് കണ്ട കാര്യങ്ങളൊന്ന് പറയാമോ? കണ്ടതും എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റമെന്നും ഇപ്പം തന്നെ പിന്നീട് പോലീസിന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നൊക്കെ പറയാമോ? ഇത് ജാർഖണ്ഡിലെ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലെ ബൊക്കാറോ ജനറൽ ഹോസ്പിറ്റൽ, സ്റ്റീൽ പ്ലാന്റിന്റെ ഹോസ്പിറ്റലാണ്. അദ്ദേഹം ICUവിൽ ചെസ്റ്റ് പെയിനായിട്ട് അഡ്മിറ്റ് ആകുമായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു. ഹോസ്റ്റലിലെ സീനിയർ ചേച്ചിമാർ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നവർ വന്ന് ഡീറ്റെയിൽ പറഞ്ഞു. ഹോസ്റ്റലിൽ കഴിക്കാൻ വന്നപ്പം ഇങ്ങനെ ഒരാൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്, പിന്നെ 18 ഭാഷ അറിയാം, ഭാര്യ നേഴ്സാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞങ്ങൾ പറഞ്ഞടി ചിലപ്പോൾ സുകുമാരക്കുറുപ്പായിരിക്കും. അങ്ങനെ പോയി നോക്കിയതാ. അങ്ങനെ ICU ചെന്ന് ഞാൻ കണ്ട് സംസാരിച്ച് പുള്ളിയോട് ഡീറ്റെയിലായിട്ട് എന്തു പറ്റി, എവിടുന്ന് വന്നതാ, എങ്ങനെയാ, മലയാളം അറിയാം, കേരളത്തിലാണോ, പോകാറുണ്ടോ, അന്നേരം പറഞ്ഞുകൊണ്ട് ഞാൻ ആലപ്പുഴയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ചെങ്ങന്നൂർ പോയിട്ടുണ്ടോ, അന്നേരം പറഞ്ഞാ ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ചെങ്ങന്നൂർ ചെറിയനാടാ എൻ്റെ വീടെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പെട്ടെന്ന് ഒരു ഇതായി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചെറിയനാട് ശിവരാമക്കുറുപ്പിന്റെ വീടിന്റെ അടുത്താണ് എൻ്റെ വീടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ രൂപമൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ കാണുന്ന പത്രത്തിലൊക്കെ കണ്ടു. കുഴപ്പമില്ല. എങ്ങനെയായിരുന്നു രൂപം? പുള്ളി കിടക്കുമായിരുന്നു, പേഷ്യന്റ് അല്ലേ, പേഷ്യന്റ് കിടക്കുമായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുമുണ്ട്. ഈ കൊലപാതകത്തിന്റെ 2 ദിവസം മുമ്പ് അദ്ദേഹത്തെ കണ്ടത് നാട്ടിൽ വെച്ച് കണ്ടിട്ടുള്ള ആ സമയത്ത് പത്രങ്ങളിലൊക്കെ പ്രചരിക്കുന്ന അതേ രൂപം തന്നെയായിരുന്നു? അതോ രൂപമാറ്റം വരുത്തിയ രീതിയിലായിരുന്നു? മാറ്റമൊന്നുമില്ല, മുടി നീട്ടിയിട്ടുണ്ടായിരുന്നു, അത്രയൊക്കെ ഉള്ളൂ. അന്ന് ആദ്യമായിട്ട് മൊഴിയെടുത്ത ആരാണ്? ഒപ്പം തന്നെ ആദ്യമായിട്ട് ഏത് പത്രത്തിലാണ് ഈ വാർത്തകൾ? മനോരമ. അന്ന് തന്നെ അവിടെ വന്നായിരുന്നു മനോരമ പത്രം. കേരള പോലീസ് അവിടെ വന്ന് മൊഴിയെടുത്തു. അവിടെ വന്നപ്പോൾ കേരള പോലീസ് എത്തിയപ്പോൾ ഞാനില്ലായിരുന്നു. ഞാൻ ആനുവൽ വെക്കേഷന് നാട്ടിൽ തിരിച്ചു വന്നായിരുന്നു. പിന്നെ ഇവിടെ വന്ന മൊഴിയെടുത്ത്. എന്താ അന്ന് ഈ പോലീസ് സംഘം അന്ന് ചോദിച്ചതിൽ ഇയാൾ എങ്ങോട്ടേക്ക് പോയെന്ന വല്ല സൂചന അന്ന് ലഭിച്ചിരുന്നോ പോലീസിന്? പുള്ളി അബ്സ്കോണ്ടഡ് ആകുമായിരുന്നു. അവിടെ വാർഡിൽ ICUവിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ജനറൽ വാർഡിലോട്ട് അന്ന് തന്നെ ഒരു ഉച്ച കഴിഞ്ഞു 2-2:30 കഴിഞ്ഞപ്പോഴത്തേന് ഇദ്ദേഹം അബ്സ്കോണ്ടഡ് ആയി. സുകുമാരക്കുറുപ്പിനെ നേരിട്ട് കണ്ട ആളാണ്. സ്വാഭാവികമായും നിങ്ങളോട് പോലീസ് മൊഴിയെടുക്കുന്നൊക്കെ സുകുമാരക്കുറുപ്പ് പിന്നീട് അറിഞ്ഞിരിക്കുക. അപ്പം അങ്ങനെ സുകുമാരക്കുറുപ്പിന്റെ ആളുകൾ ആരെങ്കിലും തന്നെ പിന്തുടരും, അങ്ങനെ എന്തെങ്കിലും ഭയം തോന്നിയോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ തെറ്റായിട്ടുള്ളതൊന്നും ഇത് ചെയ്തിട്ടില്ലല്ലോ. കണ്ടു, ഇത്രേ ഉള്ളൂ. ഈ പോലീസ് സംഘം പിന്നീട് എത്ര തവണ മൊഴിയെടുത്തു? ഇപ്പൊ അവസാനമായിട്ട് ക്രൈംബ്രാഞ്ച് എടുത്തു. അതിനു മുമ്പ് 2-3 ആഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു. പിന്നെ എപ്പോഴും ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്, ഫോണിൽ സംസാരിക്കാറുണ്ട്. അവസാനം കണ്ട സമയത്ത് ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അതായത് അല്ല നല്ല ഇതായിട്ടായിരുന്നു. ചെസ്റ്റ് പെയിനായിട്ട് അഡ്മിറ്റ് ആയ ജോഷി എന്ന പേരിൽ അഡ്മിറ്റ് ആയത്. എത്ര വയസ്സുണ്ട്? നിങ്ങൾ ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? സുകുമാരക്കുറുപ്പ് ഏകദേശം എത്ര വയസ്സുണ്ടാവും? 22 വയസ്സുണ്ട്. സുകുമാരക്കുറുപ്പിന് അപ്പം അതെനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം തന്നെ 42 വർഷമായില്ലേ, 40 വയസ്സ് കാണുമായിരിക്കും. 40 വയസ്സുണ്ട് അല്ലേ? ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ? പറയാൻ പറ്റത്തില്ല നമുക്ക്. കാരണം ആരോഗ്യസ്ഥിതിയും അയാളുടെ മാനസികാവസ്ഥയും ഒക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ലിവിങ് കണ്ടീഷനും ഒക്കെ നോക്കുന്നുണ്ടേ പറയാൻ പറ്റത്തില്ല ഉണ്ടാവോ ഇല്ലയോ. ഇയാളെ കണ്ട സമയത്തും സംസാരിച്ച സമയത്തും ഇത്രയും വലിയൊരു കൊലപാതകം, കാറിനുള്ളിൽ ഒരാളെ കത്തിച്ച് കൊലപ്പെടുത്തി അത്രയും ഒരാളാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ പെരുമാറ്റം? അത് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അത് അനുഭവിച്ചറിഞ്ഞത് ഞങ്ങൾ അയൽക്കാരല്ലേ. അപ്പം എന്റെ വീട് ചെറിയനാടാ. അപ്പം എല്ലാ കാര്യങ്ങളും കണ്ട് അറിഞ്ഞിട്ട് പോയതല്ലേ. പെരുമാറ്റത്തില് ഞാൻ പോയി ഇങ്ങനെ സംസാരിച്ചു. ഞാനിപ്പം ക്രിമിനൽ ആണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ഇങ്ങനെ വീടും വീട്ടുപേരും അച്ഛന്റെ പേര്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ശിവരാമക്കുറുപ്പ്, ഞാനതും പറഞ്ഞു ഇന്നാളിന്റെ വീടിന്റെ പരിക്കനായ സംസാരമായിരുന്നു അതോ സാധാരണ അല്ലായിരുന്നു. ഒരു ക്രിമിനലിന്റെ അങ്ങനത്തെ അല്ല, ആ രീതിയിലല്ല സംസാരം, നല്ല നോർമലായിട്ട്. കേസ് പുനരന്വേഷിക്കുന്നു. പക്ഷെ നിങ്ങളുടെ അവസാന മൊഴിയിൽ നിന്ന് പോലീസ് സംഘത്തിന് എന്തെങ്കിലും സൂചന അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരപ്പെടും തോന്നുന്നുണ്ടോ? പുതിയതായിട്ട് എന്തെങ്കിലും പിന്നീട് ഒന്നും പറയാനില്ല. 42 വർഷമായ കാര്യം ഞാൻ 88-ൽ കണ്ടതാ. ഇപ്പം ഞാൻ എങ്ങനെ പറയാൻ പറ്റും? എന്നിൽ നിന്നും ഒരു
വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പ് വിദേശത്തേക്ക് കടന്നു, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് തരത്തിലുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങളും ഇപ്പോഴുമുണ്ട്. എന്തായാലും കേരള പോലീസിനെ സംബന്ധിച്ച് സുകുമാരക്കുറുപ്പ് ഇപ്പോഴും പിടികിട്ടാ പുള്ളിയാണ്. ക്യാമറ പേഴ്സൺ എസ് അജിത്തിനൊപ്പം റിപ്പോർട്ടർ മനീഷ് മഹിവാൽ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.